ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫസ്റ്റ് ലോവിന്റെ ഫൈനൽ എപ്പിസോഡാണ്. അങ്ങനെ ലുവാൻ ആശുപത്രിയിലേക്കുള്ള ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞ ഉടനെ അവളിപ്പോൾ മൊത്തത്തിൽ ഫ്രീ ആയി. അതുകൊണ്ട് റെന്നും സീനിയറും കൂടെ ചേർന്ന് ഇവര് ട്രിപ്പിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അതേസമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കസിനാണ് നമ്മൾ തന്നെ കപ്പിൾസ് ആയില്ലല്ലോ എന്ന് പറഞ്ഞ് സീനിയനോട് ചോദിക്കുമ്പം അവന് കപ്പിൾസ് ആയില്ലെങ്കിലും നമുക്ക് കറങ്ങാൻ ഒരു നല്ല സ്ഥലമില്ലെന്ന് പറഞ്ഞ് ഇവളെ ക്ഷണിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ അടുത്ത് തോറ്റു കൊടുക്കാതെ കുറച്ച് ഗമയിലൊക്കെ ഇരിക്കുമ്പം ലുവാനായിരിക്കും ഇത് കിട്ടിയ നല്ല ചാൻസ് എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ കറങ്ങാനൊക്കെ പറയും. അതുകൊണ്ട് കസിൻ അവസാനം സമ്മതിച്ചിട്ട് അവളും വരാൻ പറയും. എന്നിട്ട് ലുവാനും കസിനും കൂടെ ട്രിപ്പിന് വേണ്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെ കസിൻ മേക്കപ്പിന് മാത്രം പ്രധാനം കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ലുവാനും വേറെ സാധനം വാങ്ങിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഇവള് വിളിക്കുമ്പോഴാണ് കസിനാണ് അതൊക്കെ പിന്നെ നോക്കാം, ആദ്യം നമ്മൾ ലുക്കായിട്ടിരുന്നാലേ ഇവന്മാരൊക്കെ മൈൻഡ് ചെയ്യത്തുള്ളൂ പറഞ്ഞ് അവൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ തീരുമാനിക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ലുവാനാണ്, എടി സതി നിനക്ക് ഇതെന്തോ പറ്റി, നീയല്ല അവൻ്റെ കൂടെ ട്രിപ്പിന് വരുന്നില്ലെന്ന് ആദ്യം പറഞ്ഞ്, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ നീ ഷോപ്പിംഗ് ചെയ്യുന്നത് എന്നതിനെ ലുവാൻ ചോദിക്കുമ്പം കസിൻ അതൊക്കെ ചുമ്മാ അവന്റെ ഫ്രണ്ട് ഷോ കാണിച്ചാന്ന് പറയും. അങ്ങനെ ഇവൾ ഈസി ആയിട്ട് അവൻ തേച്ചിട്ട് പോയതുകൊണ്ട് ഇനി മേലെ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ ഇവളിപ്പോ ഇങ്ങനെ റിവെഞ്ച് എടുക്കുന്നത്. അങ്ങനെ എന്തായാലും അവൻ ബ്രേക്കപ്പ് ചെയ്തോണ്ട് ഡാൻസിനോടും കുറച്ച് ഇഷ്ടം തോന്നി ഇവള് പറയുമ്പം ലുവാനെ സന്തോഷത്തി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേക്കെന്ന് പറഞ്ഞ് അവൾക്ക് കൺഗ്രാജുലേഷൻ പറയും. എങ്കിൽ പിന്നെ അവൻ കാരണം ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോണ്ട് ഇനിയിപ്പോ നിങ്ങൾ തമ്മിൽ ഒന്നും ഇരുന്നില്ലെന്ന് ലുവാൻ ചോദിക്കുമ്പം കസിന് അതൊക്കെ സമയം വരും പറഞ്ഞിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അടുത്ത ദിവസം ഇവരെല്ലാരും കൂടെ ട്രിപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് റെന്നാണ് ഇവന്റെ കസിന് സീനിയറും കാർ വാടകയ്ക്ക് എടുത്ത് വരാൻ പോകാൻ പറയും. കാരണം കസിന് റൊമാൻറ്റിക് ആയിട്ട് ഒരു 9 മണിക്കൂർ യാത്ര ചെയ്യണം, അതുകൊണ്ട് അവള് ആ വഴി ചൂസ് ചെയ്ത്. പക്ഷെ ഇവരാണ് ഫ്ലൈറ്റിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ലുവാന് റെന്നിനെ കളിയാക്കി ഇവൻ അങ്ങനത്തെ റൊമാൻറ്റിക് റൈഡ് ഒന്നും വേണ്ടെന്ന് ചോദിക്കുമ്പോൾ റെന്നും അത്രയും സമയം എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ഇവളെ ടാക്സി കയറാൻ വേണ്ടി പറയും. അതേസമയം ഇവിടെ കസിനും സീനിയറിന്റെ കൂടെ പക്ക റൊമാൻറ്റിക് ആയിട്ട് റൈഡ് പോകുന്ന പോലെയൊക്കെ അവൾ സ്വപ്നം കാണുന്നത്. പക്ഷെ സത്യത്തിൽ ഇവനാണ് റേഡിയോയൊക്കെ വെച്ചിട്ട് ന്യൂസ് കേട്ടോണ്ട് വരും. ഇത് കേട്ട് അവൾ ഷോക്ക് അടിച്ചിട്ട് മര്യാദയിലും പാട്ട് വയ്ക്കാൻ പറയുമ്പോൾ അവനും ഇവൾക്ക് ഇങ്ങനത്തെ ന്യൂസ് ഒന്നും ഇഷ്ടമല്ലേന്ന് ചോദിക്കും. അങ്ങനെ ഇവന്റെ സംസാരം കേൾക്കാൻ പറ്റാതെ അവള് വിൻഡോ ഓപ്പൺ ചെയ്യാൻ നോക്കിയാലും ഇവന് കാറിന്റെ ബാലൻസ് കുറയെന്ന് പറഞ്ഞിട്ട് അവള് മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആക്കും. അപ്പോഴാണ് അവൾ അവസാനം ഇവളുടെ തൊപ്പി എങ്ങനെയാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പിന്നീട് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ മിണ്ടാതാക്കും. അതുകൊണ്ട് അവൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴാണ് ഇവൻ ഈ വലിയ തൊപ്പി അവിടുത്തെ കണ്ണാടി കാണാൻ പറ്റുന്നില്ലെന്ന് പറയും. അതോടെ അവളാണ് ദേഷ്യത്തി നീ നല്ല ഡ്രൈവറാന്ന് പറഞ്ഞ് അവനെ പറയുമ്പം ഇവന് പൊക്കി പറയാന്ന് വിചാരിച്ച് ഇവൾക്ക് താങ്ക്സ് പറയും. അതിനുശേഷം ഇവിടെ ലുവാനും റെന്നും കൂടെ എയർപോർട്ടിലേക്ക് വന്നെത്തുമ്പോഴാണ് അതേസമയം എയർപോർട്ടിൽ വെച്ച് തന്നെ റെന്ന അവന്റെ അച്ഛനമ്മയും കൂടെ മീറ്റ് ചെയ്യും. അതോടെ ഇവളാണ് ഷോക്കായിട്ട് നിന്റെ അച്ഛനമ്മ ഞാനിപ്പോ കാണാൻ പോകണമെന്ന് പറഞ്ഞ് അവള് മൊത്തം നെർവസ് ആയിരിക്കുമ്പം റെന്ന അവളെ പരിചയപ്പെടുത്തും ഇവളാ അവന്റെ ഗേൾ ഫ്രണ്ട് എന്ന്. അതിനുശേഷം അവന്റെ പാരന്റ്സ് ഇവളോട് സംസാരിക്കുമ്പോഴാണ് ഇവളോട് മൊത്തം ടെൻഷൻ ആയിട്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് ടേബിളിനകത്തുള്ള പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് റെന്ന അവളെ സമാനപ്പെടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവന്റെ അച്ഛനമ്മയും കൂടെ റെന്ന ഇതിനു മുമ്പ് കുറെ സംസാരിക്കത്തില്ല, പക്ഷെ ഇവളുടെ കൂടെ ഡേറ്റ് ആയതിനു ശേഷം അവൻ ഇത്രയ്ക്ക് സംസാരിക്കുന്നെന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും ലുവാൻ ഒത്തിരി ഇഷ്ടമാകും. അങ്ങനെ ഇവരെല്ലാം സംസാരിച്ചതിന് ശേഷം റെന്നും ലുവാനും കൂടെ ഫ്ലൈറ്റിന് സമയം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് റെന്നും അവന്റെ അച്ഛനമ്മയോട് ഒരു കാര്യം ചോദിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവര് ഫ്ലൈറ്റിൽ കയറിയിട്ട് ലുവാനാണ് ഇവന്റെ അച്ഛനമ്മയും കാണാൻ സീരിയസ് ആണെങ്കിലും സംസാരിക്കാൻ ഈസിയാന്ന് പറയും. അപ്പോഴാണ് അവനാണ് പക്ഷെ നീ ആ സമയത്തും മൊത്തത്തിൽ ടെൻഷൻ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇവളെ കളിയാക്കുമ്പം അവൾ അതൊക്കെ എന്തിനാ ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഇവള് കോഞ്ചറിങ് കാണാൻ പോകുന്ന പറയും. ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട് സത്യത്തിൽ നിനക്കത് കാണണോ, നിനക്ക് പേടിയൊന്നുമില്ല എന്ന് ഇവൻ ചോദിക്കുമ്പം അവൾ ഇങ്ങനത്തെ സിനിമയ്ക്ക് എനിക്കൊരു പേടിയില്ലെന്ന് പറഞ്ഞിട്ട് അവനെ മൈൻഡ് ചെയ്യാതെ ബുക്ക് വായിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവസാനം സിനിമയെ കണ്ടിട്ട് ഇവള് മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോഴാണ് പുറേന്ന് പ്രേതമൊക്കെ വരുന്ന പോലെ ഇവൾക്ക് തോന്നും. അപ്പോഴാണ് റെന്നാണ് ഇവൾ പേടിക്കുന്നിട്ട് ഇവൾക്ക് പേടിയാണ് സിനിമ ഓഫ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അവൾ അതൊന്നും കേൾക്കാതെ ആ സിനിമ ഫുള്ളും വാച്ച് ചെയ്തിട്ട് അവസാനം ഇവര് പോകേണ്ട സ്ഥലത്ത് വന്നെത്തുമ്പോഴാണ് റെന്നാണ് ഒരു വലിയ വില്ലയായിരിക്കും വാടകയ്ക്ക് എടുത്തേക്കുന്നത്. അങ്ങനെ അത് കണ്ട് അവളാണ് പേടിച്ചിട്ട് എന്റെ അമ്മോ കറക്റ്റ് പ്രേതങ്ങളുള്ള സ്ഥലം, നിനക്ക് ഹോട്ടലെല്ലാം ബുക്ക് ചെയ്തോടെ, അവിടെ കുറെ ആൾക്കാരെ കാണുമല്ലേ എന്നിന് ഇവള് ഇവിടെ മൊത്തത്തിൽ പേടിച്ചുറച്ചിരിക്കുമ്പം അവനാണ് അവളും വിളിച്ചോണ്ട് അകത്തേക്ക് കയറിച്ചില്ലും. അതിനുശേഷം അവനും ഇവന്റെ കസിന് സീനിയറും കൂടെ വരാൻ മിക്കവാറും രാത്രിയാന്ന് പറഞ്ഞിട്ട് ഇവളെ ചെന്ന് മുകളിലേക്ക് അടക്കാൻ പറയും. അങ്ങനെ മുകളിലത്തെ 2 റൂം കസിന് ഇവൾക്ക് വേണ്ടി തന്നേക്കുന്നത്. അങ്ങനെ ഇവൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ലുവാനാണ് അവിടുത്തെ സാധനങ്ങളെ കണ്ടിട്ട് ഇവൾക്ക് അടുത്ത് പ്രേതമുള്ള പോലെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവനാണത് മനസ്സിലാക്കിയിട്ട് ഇവൾക്ക് പേടിയാണ് കുറച്ച് സമയം ഇവൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവരും കഴിച്ചതിന് ശേഷം അവന് പേടിയുണ്ടെങ്കിൽ ഇവന്റെ റൂമിൽ തന്നെ കിടക്കാൻ പറയുമ്പം അവളാണ് അന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് മുകളിൽ ഇവളുടെ റൂമിലേക്ക് ചെല്ലും. അങ്ങനെ റെൻ അവളെ കൊണ്ടാക്കിയിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവന്റെ പേര് വിളിച്ചാൽ മതി എന്നറിയും. അപ്പോഴാണ് അവള് ഷോയെ കാണിച്ചോണ്ട് ഒരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പേടിച്ചുറയ്ക്കോ, ഒന്ന് പോയ റെൻ, നിനക്ക് എന്നെ കുറിച്ച് മനസ്സിലായില്ല എന്നിട്ട് അവളും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോകും. ഇതേ സമയം ഇവിടെ കസിനും സീനന്റെ കൂടെ കാറി വന്നോണ്ടിരിക്കുമ്പം അവനാണ് വണ്ടി നിർത്തിയിട്ട് കുറെ ഡിക്കിൽ എന്തോ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളാണ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷീബായി നമ്മൾ ഇതുവരെ എത്തിയില്ലേ, ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എന്നിട്ട് അവൾ ചോദിക്കുമ്പം അവനാണ് ഇനി ഒരു 100 കിലോമീറ്റർ ഉണ്ടെന്ന് അറിയും. അതുകൊണ്ട് ഇത്ര സമയം ഒരേ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് കുറച്ച്
കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് കുറെ വർക്കൗട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളാണ് ഇത് കണ്ട് നാണം കേട്ടിട്ട് ഇവൻ എന്തോ ഈ കാണിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ദാ നീ എന്നെ പോലെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുവാണ് നിനക്ക് നടുവേന ഒന്നും വരത്തില്ല എന്നിട്ട് അവൻ അവിടുന്ന് കാണിക്കുമ്പോൾ ഇവൾ എനിക്കൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാറിനകത്തം കയറിയിരിക്കും. അപ്പോഴാണ് സീനെ നാണം കേട്ടിട്ട് ഷടാ എന്റെ കഴിവ് കാണിച്ച ഇവൾ ഇഷ്ടപ്പെടുന്നാലും ഞാൻ വിചാരിച്ചേ, പക്ഷെ ഇതെന്തോ തലതിരിച്ചിരിക്കുന്നത് എന്നിന് ഇവരിവിടെ ഉള്ള അതേ സമയം ലുവാനാണ് പെട്ടെന്ന് വയറുവേന എടുക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവളും ദൈവമേ എനിക്ക് അപ്പൻഡിക്സ് ആയെന്നാ തോന്നുന്നു, ഇനിയിപ്പോ സർജറി ചെയ്താലേ മാറ്റാൻ പറ്റത്തുള്ളൂ എന്നിന് അവളും കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവൾക്ക് എന്തോ ശബ്ദം കേൾക്കും. അതോടെ അവളും പേടിച്ച് എഴുന്നേറ്റിട്ട് ലവള് വന്നോ അതുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത് എന്നിന് അവള് ഡോറൊക്കെ തുറന്നു നോക്കിയിട്ട് അവിടെ അങ്ങ് ആരില്ലെന്ന് മനസ്സിലാക്കും. എന്നിട്ട് അവളും പിന്നെ എവിടെ നിന്ന് ഈ ശബ്ദം കേട്ടെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്റെ കാലേന്ന് പറഞ്ഞ ശബ്ദം കേൾക്കും. അതോടെ അവൾ അപ്പം തന്നെ പേടിച്ച് റെന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവൻ എന്താ ഭക്ഷണം എന്ന് പറഞ്ഞ് ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ഇവളാണ് ചെറിയ വയറുവേനുണ്ട് അത് അപ്പൻഡിക്സ് ആയിരിക്കും എന്ന് പറയും. അപ്പോഴാണ് അവനും പേടിച്ചിട്ട് എങ്കിൽ പിന്നെ നമുക്ക് ആശുപത്രി പോകാം, നാളെ ഹൈക്കിംഗ് ഒന്നും പോകണ്ട എന്നിന് അവൻ പറഞ്ഞു നോക്കുമ്പോൾ ഇവൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളുടെ റൂമിൽ ഒരു ശബ്ദം കേട്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ കൂടെ സ്റ്റേ ചെയ്തോട്ടെന്ന് ചോദിക്കുമ്പോൾ അവനും ധൈര്യമായിട്ട് ഇവിടെ കിടന്നോന്ന് പറഞ്ഞ് അവളെ ബെഡ് ഇരുത്തുമ്പോൾ ഇവളാണ് നമ്മൾ ഒരുമിച്ച് കിടക്കുന്ന കുറച്ച് മോശമെന്ന് പറയും. അപ്പോഴാണ് അവനും എന്റെ റൂമിൽ വന്നിട്ട് നീ എന്നെ മോശമെന്ന് പറയുന്ന, നിനക്ക് എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് പക്ഷെ എനിക്ക് എന്നെ വിശ്വാസമില്ല എന്നിന് ഇവർ രണ്ടുപേരും കൂടെ ഒരേ ബെഡിൽ കിടന്നുറങ്ങുമ്പോൾ അവളങ്ങ് മൂലയ്ക്ക് ചെന്ന് കിടന്നിരിക്കും. അതിനുശേഷം അവനും കിടക്കുന്നു മുമ്പ് ചൂടുവെള്ളം കുടിക്കുന്ന പറഞ്ഞിട്ട് അവളെ എന്നിട്ട് കുടിപ്പിക്കും. എന്നിട്ട് അവൻ അവളുടെ പേടി മാറാൻ വേണ്ടി ബുക്കൊക്കെ വായിച്ചു കൊടുക്കുമ്പോഴാണ് അവൾ സമാനത്തിൽ കിടന്നുറങ്ങുന്നത്. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവളെ കസിന് കണ്ണുറന്ന് നോക്കുമ്പോഴാണ് അടുത്ത സീനിയർ ഇരിക്കുന്നിട്ട് ഇന്നലെ രാത്രി വല്ല സംഭവിച്ചെന്ന് പറഞ്ഞ് അവൾ ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്യും. പക്ഷെ ഒന്നും സംഭവിച്ചില്ലെന്ന് അറിഞ്ഞ ഉടനെ പെട്ടെന്ന് അവനോട് ദേഷ്യത്തി എടാ എന്റെ ഡ്രസ്സൊക്കെ എന്തോടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതുവരെ മാറ്റിയൊന്നുമില്ലേ എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവന് വന്നപ്പോ തന്നെ ഇവനെ ചവിട്ടി കളഞ്ഞെന്നറിയും. കൂടാതെ ലുവാനും അവളുടെ റൂമിൽ കിടന്നുറങ്ങിയതുകൊണ്ട് ഇവൻ അവളെ ശല്യപ്പെടുത്താതെ ഇവൾക്ക് കൂട്ടിന് ഈ സോഫയിൽ തന്നെ കിടന്നുറങ്ങിയെന്നറിയും. അല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവളാണ് പുച്ചത്തി ബെസ്റ്റ്, നീ നല്ല ഭയം തന്നെ, വെറുതെ ഡ്രസ്സിനുള്ള പൈസയും പോയി എന്നിന് അവരവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഇവരുടെ ഓപ്പോസിറ്റ് തന്നെ ലുവാനും റെന്നും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരും. അതോടെ ലുവാനും ഇന്നലെ ശബ്ദം കണ്ട് പേടിച്ചിട്ട് റെന്റ് റൂമിലേക്ക് വന്നേന്ന് പറയുമ്പോൾ കസീനാണ് എങ്കിൽ പിന്നെ എനിക്ക് നീ താങ്ക്സ് പറയണം, കാരണം ഞാൻ ആടി വിളിച്ചു കൂവിയത് എന്നിന് അവൾ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കും. അങ്ങനെ രാത്രി ക്ഷീണിച്ച് ഇവള് സോഫയിൽ തന്നെ വന്ന് കിടന്നുറങ്ങുമ്പം സീനിയർ മര്യാദയ്ക്ക് റൂമിൽ പോകുന്നറിഞ്ഞിട്ട് ഇവളെ വിളിച്ചുണർത്തും. പക്ഷെ അവളാണ് സ്റ്റെപ്പ് കയറാൻ വയ്യാതെ സീനിയറിന്റെ റൂമിൽ തന്നെ കിടന്നുറങ്ങും. അതിനുശേഷം അവനെ ഒന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ വിയർപ്പൊക്കെ തുടച്ചളയാൻ വേണ്ടി അവന് ഫേസ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇവളുടെ മേക്കപ്പ് എല്ലാം മുഖത്തിനകത്തങ്ങാകും. അതോടെ അവനും പേടിച്ചിട്ട് ഷടാ ഇവള് കണ്ട എന്നെ ചീത്ത വിളിക്കുമല്ലേ എന്നിട്ട് അവനും ഗൂഗിളിൽ ചെന്ന് മേക്കപ്പ് എങ്ങനെ ഇല്ലാതാക്കുന്നതെന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവനും ഇവളോട് മേക്കപ്പ് റിമൂവർ എവിടാന്ന് ചോദിക്കുമ്പോൾ അവള് സൂട്ട് കേസിലാന്ന് പറയും. അതിനുശേഷം അവനാ തപ്പുമ്പോഴാണ് ഇവളുടെ ഡ്രസ്സൊക്കെ അവന് കിട്ടുമ്പോൾ അവനാണ് ടെൻഷനായിട്ട് അവസാനം അവൻ ആ മേക്കപ്പ് റിമൂവർ എടുത്തിട്ട് ഇവളുടെ ഫേസ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യും. എന്നിട്ട് അവളുടെ ചെറിയ പൂരാൻ പോകുമ്പോഴാണ് അവളിന്റെ കാലെന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കിയത്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്കിന് ശേഷം ഇവരെല്ലാം ഇപ്പൊ ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോഴാണ് ലുവാൻ അവർക്കെല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടായിക്കൊണ്ടെന്ന് കാണും. അങ്ങനെ അതുകൊണ്ട് സീനിയറും ഒരു ന്യൂട്രീഷൻ ഡോക്ടർ ഇപ്പൊ തന്നെ ആയി തുടങ്ങിയെന്ന് പറഞ്ഞ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റെന്നിനാണ് നല്ല ഉറക്കം വന്നുകൊണ്ടിരിക്കും. ഇത് കണ്ട് സീനിയറും ഇവൻ ഇന്നലെ ഉറങ്ങിയൊന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കസിനാണ് സന്തോഷത്തി ഇന്നലെ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവൾക്കെല്ലാം അറിയണമെന്ന് പറയും. അപ്പോഴാണ് ലുവാനും ഇന്നലെ അവൾ കിടന്നപ്പോ തന്നെ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ ഇവരോട് പറയുമ്പോഴാണ് ഇവിടെ റെന്നും നീ നല്ലോണം കിടന്നുറങ്ങി ഞാനും കണ്ടായിരുന്നു എന്നിട്ട് അവൻ ആ കഷ്ടകാലമൊക്കെ ഓർത്ത് വെക്കും. അതായത് ഓരോ സെക്കൻഡും ഇവളുടെ കാലാണ് അവന്റെ വയറ്റിലായിരിക്കും വന്ന് വീഴുന്നത്. അങ്ങനെ എത്ര കഷ്ടപ്പെട്ട ഉറങ്ങാൻ നോക്കിയാലും അവളാണ് അതിനെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പാവം ചെറുക്കന് ഉറങ്ങാൻ പോലും സമയം കിട്ടിയില്ല. എന്നിട്ട് ഇവരൊക്കെ ഹൈക്കിംഗ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് പുറത്ത് നല്ല ആൾക്കാരൊക്കെ പോകുന്നിട്ട് മിക്കവാറും നല്ല ക്യൂ ആയിരിക്കും എന്ന് പറഞ്ഞ് കസിനാണ് അത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ അത് കണ്ട് റെന്നും ഞാൻ അവൾ കൂട്ടിന് പോയിട്ടാരെന്ന് പറഞ്ഞിട്ട് അവന് പുറകെ ഓടി ചെല്ലുമ്പം ഇതേ സമയം സീനിയറും ഇവളുടെ കൂടെ ലക്കേജ് ഒക്കെ എടുത്തൊക്കെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും അറിയാതെ ലുവാനോട് ഒരു കാര്യം പറയുന്നത് റെന്നാണ് ഒരു വർഷം പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാന്ന്. അങ്ങനെ ഈ കാര്യം കേട്ട് അവളാണ് ഷോക്ക് ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റെന്നാണ് സീനിയറിനെ ഫോൺ വിളിച്ച് കസിന്റെ കാലൊളിക്കെന്ന് പറയുന്നത്. അതിനെ ശിവരണ്ടിൽ അവിടെ ഓടി ചെല്ലുമ്പം അവള് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവിടെ ഇരിക്കുന്നത്. അതിനെ ശിവന് കാലൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് അതേസമയം അവളും ഇവള് ഡാൻസ് കളിക്കുന്നുണ്ട് അവളുടെ കാല് മൊത്തത്തിൽ അഴുക്കായിരിക്കും എന്നറിയും. അപ്പോഴാണ് അവനൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് നീ മൊത്തത്തിൽ സുന്ദരിയാന്ന് പറഞ്ഞിട്ട് അവളുടെ കാല് കാണിക്കാൻ വേണ്ടി പറയും. അതേസമയം ഇവർ ഒറ്റയ്ക്കാക്കാൻ വേണ്ടി ലുവാനെ റെന്നെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവള് മനസ്സിൽ തന്നെ ഇവൻ ഓരോ വർഷം പഠിക്കാൻ പോകുന്ന കാര്യം എന്തിനാ ഇവളോട് ഇതുവരെ പറയാത്തെന്നറിഞ്ഞ് അവളിങ്ങനെ ആലോചിച്ച് വിഷമിച്ചോണ്ടിരിക്കും. ഒരു മാസം പുറത്ത് പഠിച്ചു തന്നെ അവന് സന്തോഷമായെന്നറിഞ്ഞ് ഇവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിൽ ചാച്ചോണ്ടിരിക്കുമ്പം അവൻ ഇവളുടെ കൈയും പിടിച്ച് അവളെ വിളിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾ ഇവനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് സ്ലിപ്പായി വീഴാൻ നോക്കുമ്പം അവൻ ഇവൾക്ക് നടക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവർ ചുമ്മാ അവിടെയൊക്കെ ചുറ്റി നോക്കിക്കൊണ്ടിരിക്കും. അതിനേശം ഇവിടെ സീനിയറും ഇതിന് മുമ്പത്തെ പോലെ ഒരു ബോയ് ഫ്രണ്ടായിട്ട് അവൻ ഇരിക്കത്തില്ലെന്ന് അറിഞ്ഞ് ഇനി തൊട്ട് ഇവളെ നല്ലോണം നോക്കിക്കോളാൻ പറയും. അങ്ങനെ അതുകൊണ്ട് ഇനി എപ്പോഴും ജീവിതകാലം ഫുള്ളും നിന്റെ കൂടെ
കാണാൻ എനിക്കൊരു ചാൻസ് തരുമെന്ന് അവന് ചോദിക്കുമ്പം അവളെങ്കിൽ പിന്നെ നമുക്ക് ഡേറ്റിന്റെ സ്കെഡ്യൂളൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട് ഇവന് സമ്മതം കൊടുക്കും. അങ്ങനെ അവരിപ്പോൾ വീണ്ടും ഒന്നേരുമ്പോഴാണ് അവിടേക്ക് വരുന്ന റെന്നും ലുവാനും കൂടെ ഇവരനുമ്പ് സെറ്റാകാൻ ചോദിക്കും. അപ്പോഴാണ് അവർ സന്തോഷത്തിൽ ലുവാൻ നിന്നെക്കാളും ഗേൾ ഫ്രണ്ട് ഞാനാണ് സീനിയർ, അതുകൊണ്ട് മര്യാദയ്ക്ക് ബഹുമാനം കാണിക്കണം എന്നിട്ട് അവരൊക്കെ ചുമ്മാ ഇങ്ങനെ ചിരി സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ റെന്നും ഇനിയിപ്പോൾ ഹൈക്കിംഗ് ഒന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ലുവാന് കാണിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് വരും. അപ്പോഴാണ് കസിനാണ് ഇത് ആർട്ടിസ്റ്റിനൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞ് ഇത് ഇവൾക്ക് വേണ്ടിയാണ് വിളിച്ചോണ്ടെന്ന് ചോദിക്കുമ്പോൾ റെന്നും ഞാൻ ലുവാനെ കാണിക്കാൻ വേണ്ടി മാത്രം വിളിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചിട്ട് അകത്തേക്ക് ചെല്ലും. അങ്ങനെ അതിനെ ശിവരൊക്കെ നോക്കുമ്പോഴാണ് ആ സ്ഥലം ഫുൾ ഇങ്ങനെ ഗ്രീൻ ആയിട്ടിരിക്കും. അങ്ങനെ ആ ലൈറ്റ് സെറ്റൊക്കെ കണ്ടിട്ട് ഇവിടെ കസിന് മനസ്സിലാക്കും ഇവിടെ എന്തോ പ്രൊപ്പോസലൊക്കെ നടക്കാൻ പോവാന്ന്. അങ്ങനെ അതുകൊണ്ട് അവൾ ഫോൺ എടുത്ത് ഇവരെ റെക്കോർഡ് ചെയ്യുമ്പം അതേപോലെ തന്നെ റെന്നും അവൻ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്ത ഇവൾക്ക് വേണ്ടിയാന്ന് അറിയും. അങ്ങനെ ഇത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പം അവളാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് അവനോട് അറിയും. കൂടാതെ ഇതിന്റെ അർത്ഥം നിനക്ക് എന്നെ ഇഷ്ടമെന്ന് പറയുന്നതാണെന്ന് ചോദിക്കുമ്പം അവൻ ഈ കളറൊക്കെ വെച്ച് ഉദ്ദേശിച്ച് എപ്പോഴും ഇവൻ ഇവളുടെ കൂടെ തന്നെ കാണുന്നു അറിയിക്കാൻ വേണ്ടിയാന്ന് അറിയും. അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ നിന്ന് ഹഗ് ചെയ്ത് റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പം ഇവിടെ കസിനും ഇവിടെ നല്ലോണം കേൾക്കുന്നില്ലെന്ന് അവൾ അടുത്തേക്ക് ചെന്ന് കേൾക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് സീനിയറും നിനക്കൊല്ലം കേൾക്കണമെങ്കിൽ ഞാൻ സംസാരിക്കാന്ന് പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഒരു 2 എസ്സേ പറഞ്ഞ് പറഞ്ഞിട്ട് അവനായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. എന്നിട്ട് ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് കസിനും സീനിയറും കൂടെ ബാക്കി എല്ലാവരും വിളിച്ചിട്ട് അവർ റൊമാൻസ് ചെയ്ത് വീഡിയോ കാണിക്കും. അപ്പോഴാണ് ഇത് കണ്ട് വാങ്ങാണ് എനിക്കിതുപോലെ റൊമാൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനും കരഞ്ഞോണ്ട് കൂട്ടുകാരുടെ ദേഹത്ത് ചായാൻ വരുമ്പം അവളുടെ ബോയ് ഫ്രണ്ട് അവനെ പിടിച്ചങ്ങ് മാറ്റും. അങ്ങനെ എല്ലാവരുടെ ഇടയ്ക്ക് ഇവൻ പെട്ടുപോകുമ്പോഴാണ് നിങ്ങളൊക്കെ ഡേറ്റ് ചെയ്യുന്നു, ഞാനിവിടെ സിംഗിൾ ആയിട്ടിരിക്കുന്നു, എന്നെന്തിനാണ് വിളിച്ചു വരുത്തിയത് എന്നിന് അവനും കരയുമ്പം ഇവരൊക്കെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനേ വിളിച്ചെന്നറിയും. അങ്ങനെ ലുവാന്റെ ബർത്ത്ഡേ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അത് റെൻ സർപ്രൈസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാ ഇവരൊക്കെ ഇന്ന് ഒന്നുകൂടിയെന്നറിയും. കൂടാതെ ഇന്നലെ തന്നെ റെൻ 1 വർഷം പഠിക്കാൻ പോകുന്ന കാര്യം ലുവാനോട് പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് പോകുന്ന മുമ്പേ തന്നെ അവൾക്ക് മറക്കാനൊക്കാത്ത ഒരു സർപ്രൈസ് അറിയാൻ വേണ്ടിയാ അവൻ ഈ ഏർപ്പാടൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ റെന്ന് ലുവാനെ കാണിക്കുമ്പോഴാണ് ഇന്ന് ലിയാങ് വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ട്, ഇവൾ അവസാനമായിട്ട് ലിയാങ്ങിനെ കാണാൻ വേണ്ടി നിൽക്കുക. അതിനുശേഷം റെൻ അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ സംസാരിക്കാൻ പ്രൈവസി കൊടുക്കുമ്പം ലിയാങ്ങും ഇവൾ വന്നതിന് താങ്ക്സ് പറഞ്ഞിട്ട് അവളെ ഒരു ഫ്രണ്ടായിട്ടാണോ ഇപ്പോഴും കാണുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ലുവാനും പിന്നല്ലാതെ ഫ്രണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് നിന്നെ കാണാൻ ഇത്രയും ദൂരം വരുന്നത് ഏതിനെ ലുവാനും ലിയാങ് കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടേക്ക് ആൻജിഷനാണ് ഇവൾക്ക് ബായ് പറയാൻ വേണ്ടി വരും. അങ്ങനെ അവന് ലിയാങ്ങിനെ കണ്ടിട്ട് ഇവള് സേഫ് ആയിട്ട് പോകണമെന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന റെന്നാണ് ജലസായി പെട്ടെന്ന് ആൻജിഷനെ ലുവാന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തും. അപ്പോഴാണ് ഇത് കണ്ട് ലുവാനും ഇവനെന്തിന് ഇപ്പൊ ഇങ്ങോട്ടേക്കൊന്നും ചോദിക്കുമ്പോൾ അവൻ ഇരുന്നിരുന്ന് ഒത്തിരി റെസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഇവരോടൊക്കെ ചുമ്മാ സംസാരിക്കാൻ വന്നേന്ന് അറിയും. അപ്പോഴാണ് ഇത് കാണുന്ന ആൻജിഷനാണ് ഇവരെ പോലെ തന്നെ നമ്മൾ സെറ്റായാൽ മതിയായിരുന്നു, പക്ഷെ എന്റെ മെച്ചൂരിറ്റി കുറവുണ്ട്, നമ്മൾ തമ്മിൽ അങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ ആയെന്ന് അവനും പറയുമ്പം ലിയാങ് ആണ് അതൊക്കെ പാസ്റ്റല്ലെന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കും. അങ്ങനെ അതിനുശേഷം ലുവാനും അവളുടെ കൂട്ടുകാരിക്ക് ഹഗ്ഗ കൊടുത്തിട്ട് അവരവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കണ്ട് ലിയാങ് സന്തോഷത്തിൽ ലുവാൻ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് അവളിങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കും. അങ്ങനെ അതിനുശേഷം ലുവാനാണ് ഓരോ വർഷം പുറത്ത് പഠിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ ഇതേപോലെ അകൽച്ചയ്ക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ അവനാണ് അതൊരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ലീവിലൊക്കെ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാന്ന് പറയും. കൂടാതെ ഈ ഡിസ്റ്റൻസ് ഒന്നും ഇവരുടെ ബന്ധത്തിന് ഇല്ലാതാക്കത്തില്ലെന്ന് അവന് നല്ല വിശ്വാസം ഉണ്ടെന്ന് അറിയും. അപ്പോഴാണ് ലുവാനും എങ്കിൽ പിന്നെ ഇവൻ തിരിച്ചു വരുമ്പോൾ ഇവന് വേണ്ടി ഒരു വെൽക്കം പാർട്ടിയൊക്കെ ഉണ്ടെന്നറിഞ്ഞ് ഇവർ സന്തോഷം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളും എന്തായാലും ഇവൻ പഠിക്കാൻ പോകുന്ന മുമ്പേ തന്നെ അടുത്ത ആഴ്ച ഇവനൊരു പാർട്ടി ഉണ്ടെന്നറിയും. അങ്ങനെ ഇത് കേട്ട് റെന്നും ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തിനാ പാർട്ടി എന്ന് അറിയാത്ത പോലെ ചോദിക്കും. അപ്പോഴാണ് അവളും ചുമ്മാ പോകുന്നുണ്ട് ഒരു പാർട്ടിയാന്നറിഞ്ഞ് അവളുടെ ബർത്ത്ഡേ എന്നുള്ള സത്യം മറച്ചു വയ്ക്കും. അപ്പോഴാണ് ഇത് കേട്ട് റെന്നാണ് ഇവൾ എന്തോ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ പ്ലാൻ ഇവൾ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു പറയും. അപ്പോഴാണ് ഇവിടെ ലുവാന്റെ കൂട്ടുകാരിയും റെൻ അവൾക്ക് സർപ്രൈസ് ചെയ്യുന്നുണ്ട് ഈ കാര്യം ലുവാനോട് പറയാതെ അവളുടെ പാർട്ടിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പോലെ ചുമ്മാ ആക്ട് ചെയ്യാൻ വേണ്ടി ഇവളും തീരുമാനിച്ചിരിക്കും. അങ്ങനെ ഇതെന്തായാലും ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കത്തില്ല, കാരണം അവരുടെ ലവിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോ ലുവാനെ കാണാൻ വേണ്ടി ചെല്ലും. അതിനുശേഷം ലുവാനും റെന്നിന് സർപ്രൈസ് ആയിട്ട് അടുത്ത ആഴ്ച ഇവളുടെ ബർത്ത്ഡേക്ക് അവന് പാർട്ടി വെക്കാൻ പോകാന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ ഇവളെ പാർട്ടി എങ്ങനെ വെക്കാനും തീരുമാനിച്ചാൽ ജയിക്കും. അപ്പോഴാണ് ലുവാനും അവൾ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചില്ലെന്ന് പറയുമ്പോൾ ഇവളുടെ കൂട്ടുകാരിയാണ് റെൻ ഇവൾക്ക് ബർത്ത്ഡേ പാർട്ടി വെച്ചേക്കുന്ന അതേ സ്ഥലം ഇവൾക്ക് പറഞ്ഞു കൊടുക്കും, കാരണം ഇവളെ പാർട്ടിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ അവന്റെ സർപ്രൈസ് വിളിച്ചോണ്ട് പോകാന്. അങ്ങനെ അതുകൊണ്ട് അവൾ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ലുവാൻ അത് ഇഷ്ടപ്പെട്ടിട്ട് അവൾ ഇത് തന്നെ മതി എന്നറിയും. എന്നിട്ട് ഇവിടെ സീനിയറും കസിനും കൂടെ അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി കുറെ സ്നാക്സ് ഒക്കെ ഷോപ്പിംഗ് ചെയ്യുമ്പോഴാണ് ഇവിടെ കസിനും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സീനിയറും നമുക്ക് തന്നേക്കുന്ന ലിസ്റ്റ് മാത്രം വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇവള് കുറെ വാങ്ങിച്ചു വിടണമെന്ന് അറിയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നടക്കാൻ പോയെന്ന് പറഞ്ഞ് ഇവനെ പൊക്കിക്കൊണ്ടുപോകാൻ പറയുമ്പം അവസാനം അവനും ഇവളെ പൊക്കിയെടുത്തോണ്ട് ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ആ ആഴ്ചയുടെ അവസാനം തന്നെ ലുവാന്റെ ബർത്ത്ഡേ വരുമ്പോഴാണ് അവളും കൂട്ടുകാരോടൊപ്പം റെന്നിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ചെന്നോണ്ടിരിക്കും.
അപ്പോഴാണ് കൂട്ടുകാരിയും ഇവൾക്ക് മുമ്പേ തന്നെ റെൻ അവിടെയുള്ള കാര്യമൊന്നും പറയാതെ മിക്കവാറും ആ സ്ഥലത്ത് റെന്നെ വിളിച്ചോണ്ട് വരുവാണ്. അവ മൊത്തം ഷോക്കായി പോകുന്നു. ഇവളെ ലുവാനോട് സംസാരിച്ചോണ്ട് വരും. അതേസമയം ഇവിടെ ഇവരെല്ലാരും കൂടെ റെന്നെ സഹായിച്ചിട്ട് ഇവരൊക്കെ അവർ കോസ്റ്റ്യൂം ഇടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. കാരണം ഈ സ്ഥലത്ത് ഹിസ്റ്റോറിക്കൽ ഡ്രാമയിലൊക്കെ വരുന്ന പോലെ കോസ്റ്റ്യൂം ഇട്ട് റെൻ അവളെ കല്യാണ പെണ്ണിന്റെ കോസ്റ്റ്യൂമിലേക്ക് മാറ്റാൻ പോവുക. അങ്ങനെ അതുകൊണ്ട് അവനും ഇപ്പൊ വാങ്ങുമായിട്ട് ആ ഡെക്കറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ വാങ്ങാണ് ഇവനെ പോലെ ടോപ്പറായിട്ട് വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് റെന്നും നീ എന്നെ പോലെ ടോപ്പർ തന്നെയാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന ലുവാൻ അവളുടെ കൂട്ടുകാരിയും നമ്മൾ ഏത് കോസ്റ്റ്യൂമെ ചൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ലുവാൻ അവളോട് ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഇവർ ഫ്രണ്ടിലേക്ക് രാജാവിന്റെ ഗെറ്റപ്പായിട്ട് റെൻ അവിടേക്ക് വരും. അതിനുശേഷം അവനും ഇവർക്ക് വേണ്ടി കോസ്റ്റ്യൂമെ കൊടുക്കുമ്പോഴാണ് കൂട്ടുകാരി പെട്ടെന്ന് അവളൊരു കോസ്റ്റ്യൂം എടുത്തിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം റെന്നും ഇത് ഇവളുടെ സർപ്രൈസാന്ന് പറഞ്ഞിട്ട് അവളുടെ കോസ്റ്റ്യൂം കാണിക്കുമ്പോഴാണ് അത് കല്യാണ പെണ്ണിന്റെ ഡ്രസ്സാന്ന് അവൾക്ക് മനസ്സിലാവും. അതിനുശേഷം അവളത് ധരിച്ചോണ്ട് ഇവർ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് അവെല്ലാം മൊത്തത്തിൽ ഇംപ്രസ് ആയിട്ട് ഈ കോസ്റ്റ്യൂം ഇവളെ കാണാൻ കൊള്ളാന്ന് പറയും. അങ്ങനെ കല്യാണ ചെറുക്കനും പെണ്ണും കൂടെ സെറ്റായെന്ന് പറഞ്ഞ് ഇവർക്ക് തന്നേക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് 24 മണിക്കൂർ നാടകം കളിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ അതാണ് ഇവർക്കുള്ള ഗെയിം. അങ്ങനെ എല്ലാവരും ഇവരുടെ റോളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സീനിയറിന് കിട്ടിയേക്കുന്ന റോള് കസിന്റെ അച്ഛനായിട്ടാ. അതുകൊണ്ട് അവളും നീ തന്നെ എന്റെ അച്ഛനായിട്ട് ഒരെണ്ണം പറഞ്ഞിട്ട് അവള് ഷോക്കായിരിക്കും. അങ്ങനെ എല്ലാവരും ക്യാരക്ടർ പറഞ്ഞ ശേഷം അവസാനം വാങ്ങാണ് ഞാനെന്തോട് ബ്രോക്കറോ നിങ്ങൾ രണ്ട് സെറ്റാക്കുന്ന എന്റെ റോള് എനിക്കിതൊന്നും വേണ്ട എന്ന് അവൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാരും കൂടെ ഇവർക്ക് തന്നേക്കുന്ന ക്ലൂ ഒക്കെ അനുസരിച്ച് അവരടുത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ഗ്യാപ്പിലൊക്കെ ഇവരിങ്ങനെ റൊമാൻസ് ചെയ്യുമ്പോഴാണ് അച്ഛന്റെ സുന്ദരി മോള് നല്ലോണം ഡാൻസ് കളിച്ചോന്ന് പറഞ്ഞ് ഇവിടെ കസിനും അവൻ്റെ കൂടെ റൊമാൻസ് ചെയ്യും. അതേസമയം ഇവിടെ ലുവാനും റെന്നും കൂടെ പുറത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പം അവനാണ് ഈ ഡ്രസ്സ് ഇവളെ കാണാൻ നല്ല ലുക്ക് ഉണ്ടെന്ന് അറിയും. അപ്പോഴാണ് അവൾ സന്തോഷത്തി അതേപോലെ ഇവനെ കാണാൻ ലുക്കാന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പം പെട്ടെന്ന് റെന്നും ഹസ്ബൻഡായിട്ടുള്ള അവൻ ഇവളെ പുറേ പൊക്കിയെടുക്കട്ടെ ചോദിക്കും. അതോടെ അവളാണ് ഈ കോസ്റ്റ്യൂം ഒന്ന് പൊക്കിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ഇവനെ കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുമ്പം ഇത് കണ്ട് അവനും പെട്ടെന്ന് ഇവളുടെ അടുത്ത് ചെന്നിട്ട് നീ എന്നെ ടോപ്പിക്ക് മാറ്റി ഇവിടേക്ക് വിളിച്ചോണ്ടെന്ന് അതിനർത്ഥം നിനക്ക് എന്നെ കല്യാണം കഴിക്കണ്ടേ ഏതിന് അവൻ ചോദിക്കുമ്പം അവൾ അങ്ങനെയൊന്നുമില്ലെന്ന് പെട്ടെന്ന് ഇവനോട് പറയും. അപ്പനാണ് റെന്നും എങ്കിൽ പിന്നെ നിനക്ക് എന്നെ കല്യാണം കഴിക്കണം അതല്ലേ നീ ഉദ്ദേശിച്ച എന്ന് ഇവനും മൊത്തത്തിൽ അവൾ ലോക്ക് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഇവർ തമ്മിലുള്ള റൊമാൻസിന്റെ ഇടയ്ക്ക് ആ വാങ്ങാണ് ശല്യമായിട്ട് അവിടേക്ക് വരും. അങ്ങനെ അതിനുശേഷം വാങ് അവിടെ നിന്ന് പുറത്തേക്ക് ചെന്നിട്ട് ഇവന്മാര് ഗെയിമും കളിക്കത്തില്ല ഒന്നും കളിക്കത്തില്ലെന്ന് അവൻ അവിടെ നിന്നുള്ള ക്ലൂ ഒക്കെ തപ്പിക്കൊണ്ടിരിക്കും. ഇതേസമയം ലുവാനും അവൾ കണ്ടെത്തേണ്ട പ്രിൻസസിന്റെ കിരീടം കണ്ടെത്തിയിട്ട് ഇവളെ മൈക്കിനകത്ത് ഇനി അടുത്ത് എന്തോ ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കും. അപ്പോഴാണ് അവരും ഇനി പ്രിൻസസിന് വേറെ പണിയൊന്നുമില്ല പോയി മേക്കപ്പ് ഇട്ടോന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞയക്കുമ്പം ഇവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അവൾ പോയി അടുത്ത സെക്കൻഡ് വാങ് ആണ് ഇവൾ കിരീടം വെച്ച് അതേ സ്ഥലത്തേക്ക് വന്നിട്ട് ഇവൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ ആ സ്ഥലം പ്രിൻസസ് ഇരിക്കേണ്ട സ്ഥലമാണ്. പക്ഷെ അവനൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നല്ലോണം കൂർക്കം വലിച്ച് കടന്നുറങ്ങുമ്പോഴാണ് അടുത്തായിട്ട് അവിടേക്ക് വരുന്ന ബാക്കി എല്ലാവരും കൂടെ ലുവാൻ ഇവിടുന്ന് റെന്നിന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് വന്ന നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അകത്തിരിക്കുന്ന വാങ്ങാന്നറിയാതെ ഇവനെ പൊക്കിയെടുത്തോണ്ടങ്ങ് പോകും. എന്നിട്ട് ഇവര് രാത്രി നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞെന്നറിഞ്ഞ് അവർ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ റെന്നും ലുവാനെ റൊമാൻറ്റിക് ആയിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരും. അതുകൊണ്ട് അവനും ഇന്നത്തെ സർപ്രൈസ് എല്ലാം ഇവൾക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇനി ഫ്യൂച്ചറിലും ഇവളുടെ ഒപ്പം ജീവിക്കാൻ അവൻ തയ്യാറാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അടുത്ത സെക്കൻഡ് അവളുടെ ഫേസ് നോക്കുമ്പോഴാണ് ഇവിടെ വാങ്ങിനെ കണ്ട് അവനാണ് മൊത്തത്തിൽ പേടിച്ചു. ഇതേസമയം ലുവാനും ഈ റെൻ അവിടെ പോയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ശബ്ദം കേട്ട് അവനും പുറത്തേക്ക് ഇവളെ കാണാൻ വേണ്ടി വരും. അതിനുശേഷം അവനും ഇവളത് ഇത്ര സമയം എവിടെ പോയി ചോദിക്കുമ്പോൾ അവള് മേക്കപ്പ് ഇടാൻ അവന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് മേക്കപ്പ് ഇടാൻ പോയെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവളുടെ പണി ആവുന്നല്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന ഇവളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അവളെങ്കിൽ പിന്നെ നമുക്ക് പോകാന്നറിഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ ചെല്ലും. അതിനുശേഷം വീണ്ടും ഇവൻ അവളുടെ ഫേസ് ഒക്കെ തുറന്നു നോക്കിയിട്ട് വീണ്ടും റൊമാൻറ്റിക് ആയിട്ട് ഡയലോഗ് പറയാൻ വേണ്ടി വരും. പക്ഷെ അതിന് മുമ്പേ തന്നെ അവളും നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡ്രാമയെ പോലെ അവിടുത്തെ വൈനൊക്കെ എടുത്ത് കുടിക്കാന്ന് പറഞ്ഞ് അവളുടെ പെട്ടെന്ന് ഒരു സിപ്പ് അടിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് മൊത്തത്തിൽ ഫിറ്റ് ആകും. അങ്ങനെ ഇത് കണ്ട് അവനും അവൾക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുമ്പം ഇവള് ഓക്കെ അല്ലെന്ന് അറിഞ്ഞിട്ട് അവൻ ആദ്യം അവളെ ബെഡ് ഇരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവളാണ് അവനെ കിസ് ചെയ്തിട്ട് ഇനി അടുത്ത സ്ക്രിപ്റ്റ് എന്തോന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം അവളും അവൻ്റെ അടുത്ത് റൊമാൻസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം അവനാണ് ഷൈ ആയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അപ്പോഴാണ് അവളും ഇത്രയ്ക്ക് ഷൈ ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുമ്പോഴാണ് ഇവനെ പെട്ടെന്ന് പിടിയിട്ടും ഇവള് ചുമ്മാ ഫിറ്റ് ആയതുപോലെ ഇവന്റെ അടുത്ത് ആക്ട് ചെയ്തതാണ്. അതുകൊണ്ട് അവനും അവളെ പിടിച്ചു മാറ്റി റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ലുവാന് കണ്ണുറന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് റെന്നാണ് ഇവൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു റിംഗ് എടുത്ത് കാണിക്കും. അങ്ങനെ അത് കണ്ട് അവളും ഇവൻ ഈ ഗെയിമിൽ നിന്ന് അടിച്ചു മാറ്റുകയാണെന്ന് ചോദിക്കുമ്പോൾ അവനും ചോദിച്ചിട്ട് ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചാന്ന് പറഞ്ഞ് ഇവൻ എപ്പോഴും ഇവളുടെ കൂടെ തന്നെ കാണുന്ന അറിയിക്കാൻ വേണ്ടി ഈ റിംഗ് ഇപ്പം ഇടുവാന്ന് പറയും. അതോടെ അവൾക്ക് വീണ്ടും വയറുവേനെടുക്കുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ ഇത് മിക്കവാറും സീരിയസ് ആയിട്ടുള്ള അപ്പൻഡിക്സ് എല്ലാം ആയിരിക്കും എന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് ചെല്ലും. അങ്ങനെ അവസാനം അവളുടെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിക്കുവാണ്. അങ്ങനെ ലുവാനും റെന്നും കൂടെ പുറത്ത് ഡേറ്റിങ്ങിന് വരുമ്പം ഇവൾ ആശുപത്രി കാണുന്ന സമയത്തൊക്കെ ഇവരുടെ ആമ റെൻലുവിനെ ഇവൻ സുരക്ഷയായിട്ട് നോക്കിയോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതും നിന്നെ കുറെ മിസ് ചെയ്ത് അതേപോലെ ഞാനും നിന്നെ കുറെ മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പോൾ ഓക്കെയാന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവർ
ഇവർ വീണ്ടും അക്യൂറത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതിനുമുമ്പ് വാങ് ഉണ്ടായതുകൊണ്ട് ഇവർക്ക് നല്ലോണം റൊമാൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴായിരിക്കും അവരൊരു കപ്പിൾസിനെ പോലെ ഡേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തി ആ സ്ഥലമൊക്കെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റെന്നും പെട്ടെന്ന് ഇവൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൈ തരാൻ വേണ്ടി പറയും. അതിനുശേഷം അവളുടെ ഫിംഗർ പ്രിന്റ് എടുത്ത് ഇവനൊരു പേപ്പറിനകത്ത് രണ്ടുപേരുടെ ഫിംഗർ പ്രിന്റ് ഹാർട്ട് ഷേപ്പ് വയ്ക്കുമ്പം അവളാണ് ഇങ്ങനെയൊക്കെ ഗേളിഷ് പരിപാടിയൊക്കെ ഇവനും കാണിക്കുകയും ചോദിക്കും. അപ്പോഴാണ് അവനും ഈ പേപ്പർ എന്തോന്ന് ഇവൾക്ക് അറിയാവുന്ന കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇതാദ്യം ഇവർ തമ്മിലിട്ട മറ്റേ കോൺട്രാക്റ്റ് ആണ്. അത് കണ്ട് അവളാണ് ഷോക്കായിട്ട് ഇത് സ്വിമ്മിംഗ് പൂളിൽ പോയെന്നല്ലേ ഇവനെന്ന് പറഞ്ഞെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് സത്യം പറയുന്നത് അന്ന് ഇവന്റെ നശിച്ചൊന്നും പോയില്ല, ഇവളോട് ചുമ്മാ കള്ളം പറഞ്ഞാന്ന്. കാരണം ആദ്യം തൊട്ട് ഇവനോളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാ ഇവളുടെ ഒന്ന് തരാൻ വേണ്ടി അവൻ അന്ന് ആ പേപ്പർ കളഞ്ഞു എന്ന് ഇവളോട് കള്ളം പറഞ്ഞ്. അതിനേശം ഇവളും എങ്കിൽ പിന്നെ ഈ കോൺട്രാക്ട് ഇപ്പൊ നമുക്ക് മാറ്റാന്ന് പറഞ്ഞിട്ട് ഇത് ഇവർ തമ്മിലുള്ള ഇനി ലവ് കോൺട്രാക്ട് ആണെന്ന് പറയും. അങ്ങനെ ജീവിതം ഫുള്ളും ഇനി നമ്മൾ ലവ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്യും. അങ്ങനെ ആ ഒരു സീനോടെയാണ് നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. പക്ഷെ ഇവർ കിസ് ചെയ്യുന്ന ആ സെക്കൻഡിലും വാങ്ങാണ് അവിടേക്ക് വന്നിട്ട് ഇപ്പൊ നമുക്ക് ഡോൾഫിന്റെ ഷോ കാണാമോ എന്നറിഞ്ഞ് ഇവരെ ക്ഷണിക്കും. അങ്ങനെ ഇത് കറക്റ്റ് സമയം എന്നറിഞ്ഞ് അവന് വീണ്ടും ശല്യപ്പെടുത്തുന്നതോടെ ഈ ഡ്രാമ മൊത്തത്തിൽ അവസാനിക്കുന്നു. ഈ ഡ്രാമ എത്രയൊക്കെ ഇഷ്ടപ്പെടുന്നു താഴെ കമന്റിൽ പറയുക. ഇതേപോലെ ഒരു ബ്യൂട്ടിഫുൾ ഡ്രാമയായിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.